ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രോഹിത്തും ബാലചന്ദ്രനും കൂടെ അലീനെ കാണാനായിട്ട് അവളുടെ പപ്പയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതിനോടകം ബാലചന്ദ്രൻ അലീന ആരാണെന്ന സത്യം രോഹിത്തിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ എപ്പിസോഡ് തൊട്ട് മുമ്പേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വൈജിയോട് രോഹിത്ത് അന്നേരം തട്ടിക്കയറുന്നുണ്ട്. അമ്മ ഒരു തെറ്റും ചട്ടില്ലെന്ന് അമ്മക്ക് നെഞ്ചിൽ തൊട്ട് പറയാൻ കഴിയോ എന്ന്. അത് കേട്ടതോടുകൂടെ ആഗ്രയില്ല തൻ്റെ ജീവിതം ഓർമ്മ വരാണ്. അങ്ങനെ രാത്രിയായ സമയത്ത് ആ ഓർമ്മകളിലെല്ലാം ഉണർന്ന് വൈജയന്തി ബാലചന്ദ്രൻ്റെ മുറിയിലെ ലൈറ്റ് അണിയുന്നതുവരെ വൈജയന്തി കാത്തിരുന്നു. ബബിതയും കൃഷ്ണജിയും കിടന്നു കഴിഞ്ഞു. രോഹിത്തിൻ്റെ മുറിയിൽ വെളിച്ചമുണ്ടോ എന്നറിയണമെങ്കിൽ മുകളിൽ ചെന്ന് നോക്കുകയേ നിവൃത്തിയുള്ളൂ. രോഹിത്ത് പറഞ്ഞ 2 വാചകങ്ങൾ ഇപ്പോഴും മനസ്സിൽ കുമ്പുപോലെ നിൽക്കുന്നു. കല്യാണത്തിന് മുമ്പ് അച്ഛന് രഹസ്യബന്ധമുണ്ടായിരുന്നോ, അമ്മ പ്രസവിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് നിശ്ചയം പോരാ. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെയെല്ലാം സംസാരിച്ചത്? അമ്മ കളങ്കമില്ലാത്തവളാണോ എന്ന് തൻ്റെ മുഖത്ത് നോക്കി അവൻ ചോദിച്ചതിൽ പിന്നിലെ പ്രകോപനം എന്താണ്? വെറുതെയൊന്നും ഇത്ര കടന്ന് സംസാരിക്കാൻ അവൻ ധൈര്യം കിട്ടില്ല. തൻ്റെ ഭൂതകാലത്തെപ്പറ്റി എന്തെങ്കിലും സൂചന അവന് കിട്ടിക്കഴിഞ്ഞുവോ? ബാലചന്ദ്രൻ എന്തെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടോ? വൈജയന്തി ശബ്ദമുണ്ടാക്കാതെ കോണിപ്പടി കയറി മുകളിലെത്തി. രോഹിത്തിൻ്റെ വാതിൽ പതിയെ തട്ടി വിളിച്ചു. രോഹിത്ത് കിടന്നുവെങ്കിലും ഉറങ്ങിയിരുന്നില്ല. അവൻ ലേറ്റിട്ട ശേഷം വാതിൽ തുറന്നു. വൈജയന്തി അകത്തേക്ക് കടന്നു. ഉടൻ തന്നെ വാതിൽ ചേർത്തടക്കുകയും ചെയ്തു. രോഹിത്തിന് ആശ്ചര്യമായിരുന്നു. അമ്മ തൻ്റെ മുറിയിലേക്ക് വരാറുള്ളതല്ല. അവൻ വൈജയന്തിയുടെ മുഖത്തേക്ക് വിസ്മയത്തോടെ നോക്കിക്കൊണ്ട് നിന്നു. നീ ഉറങ്ങിയായിരുന്നോ? അമ്മയുടെ ചോദ്യത്തിന് പതിവില്ലാത്ത സൗമ്യത. എല്ലാം കിടന്നതേയുള്ളൂ, രോഹിത്ത് പറഞ്ഞു. നീ ഇങ്ങോട്ടിരിക്ക്. രോഹിത്ത് കിടക്കയിലിരുന്നു. വൈജയന്തി തനിക്ക് ഇരിക്കാൻ വേണ്ടി ഒരു കസേര നീക്കിയിട്ടുവെങ്കിലും അതിൽ ഇരുന്നില്ല. കസേരയ്ക്ക് പിന്നിൽ പിടിച്ചു നിന്നുകൊണ്ട് അവൾ മകനെ നോക്കി. ഇന്നലെ കുളത്തുപുഴയ്ക്ക് പോയപ്പോൾ അച്ഛൻ നിന്നോട് വല്ലതും പറഞ്ഞോ? രോഹിത്ത് അപകടം മണത്തു. അച്ഛൻ എന്നോട് പലതും പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു? നല്ല പോലെ പഠിക്കണം, അച്ഛനു ശേഷം കുടുംബം നോക്കേണ്ടതും ഞാനാണ്. ബബിതയും കൃഷ്ണമോളെയും പഠിപ്പിച്ച് അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ പലതും. എല്ലാം ചുമ്മാതല്ല. നിന്നെ ഏൽപ്പിച്ചിട്ട് അങ്ങ് അച്ഛനിവിടെ പോകുന്നു. സന്യാസത്തിന് വേറെ എവിടെയും പോകേണ്ടല്ലോ. ഇവിടെ തന്നെ സന്യാസത്തിലാണല്ലോ അച്ഛൻ. അതെന്നെ തോൽപ്പിക്കാനല്ലേ? ഞാനാണല്ലോ ഏറ്റവും വലിയ ശത്രു. അല്ലെങ്കിൽ മനസ്സിലെന്തെങ്കിലും കുറ്റബോധം കാണും. വീട്ടുവേലക്കാരിയായിരുന്നല്ലോ കുറേ കാലം ഭരണകാരി. അതുമാത്രമല്ലല്ലോ പരിചരണക്കാരിയും പ്രൈവറ്റ് സെക്രട്ടറിയും എല്ലാം അവൾ തന്നെ. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്? അമ്മയെ വേണ്ടെന്ന് വെച്ച് അച്ഛനല്ലേ? അമ്മ തന്നെയല്ലേ ഇന്ന് വരെ അച്ഛനെ അനുസരിച്ചിട്ടുണ്ടോ? താൻ എന്താണ് അനുസരണക്കേട് കാട്ടിയത്? പറ. നിന്റെ അച്ഛൻ്റെ നിലത്ത് നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ചാടി മേശപ്പുറത്ത് കയറി നിന്നോ? അതുമാത്രം ചെയ്തിട്ടില്ല. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് എന്ത് കാര്യം അച്ഛൻ പറഞ്ഞാലും ചെയ്താലും അമ്മ മുഖം കറുപ്പിക്കുമായിരുന്നു. അതിൻ്റെ പേരിൽ മുള്ളും മുനയും വെച്ച് എന്തെങ്കിലും പറഞ്ഞ് അച്ഛനെ വേദനിപ്പിക്കുമായിരുന്നു. ഓഹോ, ഞാൻ എൻ്റെ ഇഷ്ടക്കേട് എവിടെ കാണിച്ചാലും ഇഷ്ടമില്ലെങ്കിൽ തുറന്നു പറയും. മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടി മനസ്സിലൊന്നും പുറമേ വേറൊന്നും ആ രീതി എനിക്ക് വശമില്ല. അച്ഛൻ ഇപ്പോൾ അത് തന്നെയാണ് ചെയ്യുന്നത്. അച്ഛനും അമ്മയെ ഇഷ്ടമില്ലായ്മ മറച്ചു വെച്ചു പുറമെ ചിരിച്ചു കാണിച്ചു. അമ്മയെ സുഖിപ്പിക്കാൻ അച്ഛൻ തയ്യാറല്ല. അച്ഛൻ്റെ മനസ്സിലുള്ളത് പുറമെ കാണിക്കുന്നു. അതിലെന്താ തെറ്റ്? അമ്മയും അതുതന്നെയല്ലേ ചെയ്യുന്നത്? എന്നെ എന്തുകൊണ്ട് ഇഷ്ടമില്ലാതായി? 22 വർഷമില്ലായിരുന്നല്ലോ ഇഷ്ടക്കേട്. എവിടുന്ന് വന്നു ഇത്രയും കാലം? ഞാൻ വേണമായിരുന്നല്ലോ. എൻ്റെ ചോരയും നീരും വറ്റിക്കഴിഞ്ഞപ്പോഴോ എന്നെ വേണ്ടതായത്? അടുക്കളക്കാരി സുന്ദരിയാണെന്ന് കേട്ടപ്പോൾ മധ്യവയസ്കയായ ഭാര്യയെ വേണ്ട, അതല്ലടാ സത്യം. അതല്ല സത്യം. അമ്മ ഇത്രയും കാലം അച്ഛനെ സഹിക്കുകയായിരുന്നു. അമ്മയുടെ മുൻകോപവും അമ്മയുടെ തന്നിഷ്ടവും അമ്മ അച്ഛനോട് കാട്ടിയ അവഗണനയും എല്ലാം അച്ഛൻ സഹിച്ചു. എനിക്ക് ഓർമ്മ വെച്ചത് മുതലേ അമ്മ അച്ഛനോട് ഒരു അല്പമെങ്കിലും ബഹുമാനത്തോടെ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ പറയുന്ന അഭിപ്രായങ്ങളെല്ലാം അമ്മയ്ക്ക് എതിരഭിപ്രായമായിരുന്നു. അമ്മ ഒച്ച വെച്ചതെല്ലാം വെറുതെയാ. അമ്മ തർക്കിക്കുന്ന പോലെ ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മയുടെ താല്പര്യങ്ങൾ അച്ഛൻ്റെ മേൽ അമ്മ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ഒരു വടിയും ഓങ്ങിപ്പിടിച്ച് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സ്കൂൾ ടീച്ചറായിരുന്നു അമ്മ എപ്പോഴും. അമ്മയുടെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാനുള്ള കുറേ തന്ത്ര മനുഷ്യരും. അമ്മക്ക് മറ്റുള്ളവർ അങ്ങനെ സഹിച്ച് അച്ഛൻ അമ്മയോട് സ്നേഹമില്ലാതെയായി. ഇപ്പോൾ അമ്മയെ വേണ്ടാതായി. രോഹിത്ത് വിശദീകരിച്ചു. അങ്ങനെ പറഞ്ഞോ അച്ഛൻ? ഇനി അമ്മയെ വേണ്ടെന്ന് ഇത്രയും കാലം സഹിക്കുകയായിരുന്നെന്ന് അത് പ്രത്യേകിച്ച് പറയണോ? ഞങ്ങൾ അമ്മയെ എന്തുമാത്രം സഹിച്ചിട്ടുണ്ട്. അമ്മയുടെ ദേഷ്യം, അമ്മയുടെ കുത്തുവാക്കുകൾ, നിന്നെയൊക്കെ വളർത്തി ഇത്രയോളം എത്തിച്ച് ഇത് തന്നെ പറയണം. നീ എന്തിനാ ഇത്രയും ഉണ്ടായിരുന്നത്? അറിയോ നിനക്ക്? ചുണ്ടുവിരലറ്റം കാണിച്ചിട്ട് വൈജയന്തി വീറോടെ അമർഷത്തോടെയും കൂടി പറഞ്ഞു. എൻ്റെ മുലപ്പാലും കുടിച്ചപ്പോൾ നീ ആകെ വളർന്നു. മലമൂത്രത്തിലും കിടന്ന് നിലവിളിക്കുമ്പോൾ എടുത്തോണ്ട് പോയി കുളിപ്പിച്ചു അണിച്ചൊരുക്കി കൊണ്ടു നടക്കാം. നിനക്കൊക്കെ അസുഖം വരുമ്പോൾ ഉറക്കമിളിച്ചും ശുശ്രൂഷിച്ചും ആശുപത്രിയിലൂടെ നിൽക്കാം. 4 അക്ഷരം പറഞ്ഞു തന്ന് പഠിപ്പിച്ച് ഇത്രയൊക്കെ വലുതാക്കിയിട്ട് നിനക്കിപ്പോൾ ഞാൻ പോരാ അല്ലടാ?
എനിക്ക് വേണ്ടി എത്രത്തോളം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് അമ്മയുടെ ഡ്യൂട്ടിയാ. ലോകത്തെ എല്ലാ അമ്മമാരും അങ്ങനെയാ മക്കളെ വളർത്തുന്നത്. മൃഗങ്ങൾ പോലും നക്കി തുടച്ചാണ് സ്വന്തം കുഞ്ഞെ കൊണ്ടു നടക്കുന്നത്. അങ്ങനെ നോക്കിയും കണ്ടും വളർത്തിയില്ലെങ്കിൽ മനുഷ്യൻ്റെ കുഞ്ഞായാലും മൃഗത്തിൻ്റെ കുഞ്ഞായാലും അവിടെ കിടന്ന് ചത്തുപോകും. പക്ഷേ സ്വന്തം ഡ്യൂട്ടി ചെയ്യുകയാണെന്നല്ല അമ്മയുടെ വിചാരം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് എന്തോ മഹാത്യാഗം ചെയ്യുകയാണെന്നാ. അപ്പോൾ അമ്മ ഇതുവരെ ചെയ്തതൊന്നും യാതൊരു വിലയുമില്ലേ? അല്ലേടാ, ഞാനിത് കേൾക്കേണ്ടവളാ. അച്ഛനായിരിക്കും നിന്റെയൊക്കെ മുമ്പിൽ മഹാത്യാഗി. പിന്നെ മറ്റവളും. വൈജയന്തി ദേഷ്യത്തിൽ അവിടുന്ന് പോയി. സംശയം എന്താ? അച്ഛനും അമ്മയുടെ സ്വഭാവമായിരുന്നെങ്കിൽ പണ്ടേ അടിച്ചു പിരിഞ്ഞേനെ. ഇപ്പം തന്നെ അച്ഛനാണോ ഈ പ്രശ്നങ്ങളെല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ട് വഴക്കിന് വരുന്നത്? അല്ലല്ലോ, അമ്മയാണ് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുന്നതും ഓരോ കലഹത്തിന് തുടക്കമിടുന്നതും. ഞാനാണടാ ഓരോ വരുത്തി വെക്കുന്നത്. ഇപ്പോൾ എന്തിനാ നിന്നെ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് പോയത്? അതിനു മുമ്പ് അച്ഛൻ തനിയെ പോയതും ആരെ കാണാനാ? എനിക്കറിയണ്ടേ? ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയ വേലക്കാരിയെ കാണാൻ അച്ഛനും മകനും ക്യൂ നിൽക്കുന്നത് കാരണം ചോദിച്ചതാടാ ഞാൻ ചെയ്ത തെറ്റ്. അച്ഛൻ അലീന ചേച്ചിയുടെ ഒരു കടപ്പാടുണ്ട്, അതുകൊണ്ടാ കാണാൻ പോയത്. എന്ത് കടപ്പാട്? അച്ഛന് ജീവൻ രക്ഷിച്ചതും മാനസികമായി ശാരീരികമായി തളർന്നു പോയ അച്ഛനെ വേണ്ടത്ര ധൈര്യവും പരിചരണയും കൊടുത്ത് ഇപ്പോഴത്തെ നിലയിലേക്ക് തിരികെ കൊണ്ടുവന്നതും അച്ഛൻ അലീന ചേച്ചിയാ. അമ്മ ആക്സിഡൻ്റായി ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും അച്ഛനോട് പിണങ്ങി വാടക വീട്ടിൽ പോയി താമസിച്ചപ്പോഴും ഈ കുടുംബം നോക്കിയതും അലീന ചേച്ചിയാം. എന്നെ ജയിലിൽ നിന്ന് കൈപ്പിടിച്ചിറക്കിക്കൊണ്ടുവന്ന് എന്നെ തകർന്നു പോയ ജീവിതം വീണ്ടെടുത്ത് തന്നതും അലീന ചേച്ചിയാം. അമ്മയൊഴികെ ഈ വീട്ടിലെല്ലാവർക്കും അലീന ചേച്ചിയെ മറക്കാൻ പറ്റില്ല. ഈ കുടുംബത്തിന് വേണ്ടി അലീന ചേച്ചി ചെയ്തിട്ടുള്ള ത്യാഗങ്ങൾ അളവില്ല. അച്ഛൻ അലീന ചേച്ചിയെ കാണാൻ പോയിട്ട് വന്നപ്പോൾ അമ്മ വഴക്കുണ്ടാക്കിയില്ലേ? അങ്ങനെ അലീന ചേച്ചിയെ കാണണമെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് തൃപ്തിയായി. ശരി, അവളുടെ അഡ്രസ്സ് താ. എനിക്കും അവളെ ഒന്ന് കാണണം. ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയ്ക്ക് സഹായം ചെയ്തവളല്ലേ? വേണ്ട, അമ്മ കാണണ്ട. അതെന്താ? ഞാൻ കണ്ടാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? അമ്മയ്ക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിയേക്കും, ആകാശം ഇടിഞ്ഞു വീഴുന്നതായിട്ട്. അതെന്തിനാ ഈ ഒളിച്ചു കളി? നിന്റെ അച്ഛന് കാണാം, നിനക്ക് കാണാം. എനിക്ക് അവിടെ പോയി അവളെ കാണാൻ പറ്റില്ല. അല്ലെങ്കിലും നീയൊരു കാര്യം ചെയ്യ്, ബബിതയും കൃഷ്ണമോളെയും കൂട്ടിക്കൊണ്ടുപോ. അവർക്കും കാണേണ്ടേ അവളെ? അതിന് സമയമാകട്ടെ, ഞാൻ തന്നെ അവരെ കൂട്ടിക്കൊണ്ടു പോകും. നീ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എന്നോട് വേറൊരു വർത്തമാനം പറഞ്ഞല്ലോ. കല്യാണത്തിന് മുമ്പ് അച്ഛന് രഹസ്യബന്ധമുണ്ടോ, അമ്മ പ്രസവിച്ചിട്ടുണ്ടോ എന്നൊരു നിശ്ചയമില്ലെന്ന്. അതെന്തുദ്ദേശിച്ചാ നീ അങ്ങനെ പറഞ്ഞത്? രോഹിത് അമ്മയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഇല്ല, പതർച്ചയൊന്നുമില്ല കണ്ണിൽ. അമ്മ ചോദിച്ചതിന് മറുപടി പറഞ്ഞതാ. അതിനകത്ത് അമ്മയ്ക്ക് എന്തിന് പിടിച്ചിട്ടുണ്ടെന്ന കാര്യം എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ടോ? കല്യാണത്തിന് മുമ്പ് അമ്മ ഒന്ന് പ്രസവിച്ചിട്ടുണ്ടെന്ന് ചോദിക്കാനുള്ള അമ്മയുടെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എനിക്കൊരു സംശയമില്ല അമ്മേ. പിന്നെ എന്തുകൊണ്ടാ നീ അങ്ങനെ പറഞ്ഞത്? അമ്മ എന്തിനാ ഈ വാക്കിൽ കയറി മുറുകെ പിടിച്ചിരിക്കുന്നത്? ഞാൻ ചോദിച്ചപ്പോൾ അമ്മയുടെ മനസ്സിലെവിടെയോ കൊണ്ടോ? വൈജയന്തി തെല്ലും പതറി മകൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ശരി, ഞാനത് വിട്ടു. നീ വേറൊന്നും കൂടി ചോദിച്ചല്ലോ. അമ്മ സത്യസന്ധയാണോ, കളങ്കമില്ലാത്തവളാണോ, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാമോ എന്നെല്ലാം. അതെന്തുകൊണ്ടാ അങ്ങനെ ചോദിച്ചത്? അമ്മ അത്ര സത്യസന്ധതയും നിഷ്കളങ്കയൊന്നുമല്ലെന്ന് അറിയാവുന്നത് കൊണ്ട്. എന്തറിയാം നിനക്ക്? വൈജയന്തി ദേഷ്യത്തിൽ ചോദിച്ചു. അമ്മ കള്ളം പറഞ്ഞിട്ടുള്ളതായി അറിയാം. അമ്മ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളതായും എനിക്കറിയാം. അമ്മ അലീന ചേച്ചിയോട് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങളും എനിക്കറിയാം. അത്രേ ഉള്ളൂ. അച്ഛൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നെപ്പറ്റി? അമ്മ സംശയിക്കുന്ന പോലെ രോഹിത്തിന് മനസ്സിലായി. അച്ഛൻ എന്തു പറയാനാ അമ്മയെപ്പറ്റി? എന്താ അച്ഛനും അമ്മയ്ക്കും മാത്രം അറിയാവുന്ന എന്തെങ്കിലും രഹസ്യമുണ്ടോ? അച്ഛൻ്റെ മനസ്സിൽ എന്തെങ്കിലും രഹസ്യമുണ്ടെന്ന് എനിക്കറിയില്ല. പുറമേ കാണിക്കുന്നതായിരിക്കില്ലല്ലോ അകത്ത്. ശരിയാ, ഓരോരുത്തരുടെ മനസ്സിനകത്ത് കയറി നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകുമായിരിക്കും. അമ്മയുടെ മനസ്സിലുണ്ടോ അങ്ങനെ എന്തെങ്കിലും? എനിക്ക് മനസ്സില്ല പറയാം. അമ്മയെ ചോദ്യം ചെയ്യുന്ന മക്കൾ ഗതി പിടിക്കില്ലെന്നോർത്തോ? ഞാൻ ചോദ്യം ചെയ്യാൻ വന്നോ? അമ്മയല്ലേ ഉറങ്ങാൻ കിടന്ന് എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച് CBI മോഡിൽ ക്വസ്റ്റ്യൻ ചെയ്തത്? വൈജയന്തി അല്പനേരം മിണ്ടാതെ നിന്നു. പിന്നെ ഒന്നും മിണ്ടാതെ വാതിൽ തുറന്ന് മുറിവിട്ടിറങ്ങി. നമ്മൾ മറ്റുള്ളവരിൽ ആരോപിക്കുന്ന കുറ്റങ്ങൾ സ്വയം ചെയ്തിട്ടുണ്ടോ എന്ന് വല്ലപ്പോഴും ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാ. രോഹിത് കട്ടിലിരുന്നു കൊണ്ട് പറഞ്ഞു. വൈജയന്തി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ആ വാതിലടച്ചേക്ക്, എനിക്കിനി എണീൽക്കാൻ വയ്യ. അതും പറഞ്ഞ് രോഹിത് ഒറ്റ കിടപ്പ് വെച്ചു കൊടുത്തു. ഏതാനും നിമിഷം അവനെ നോക്കിയ ശേഷം വൈജയന്തി വാതിലടച്ചു. അവൾ ബാലചന്ദ്രന്റെ മുറിയിലേക്ക് നോക്കി. അകത്ത് വെളിച്ചമില്ല. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. വൈജയന്തി സാവധാനം സ്റ്റെപ്പുകൾ ഇറങ്ങി പോയിക്കൊണ്ടിരുന്നു. തൻ്റെ മുറിയിൽ കയറി വൈജയന്തി വാതിലടച്ച് കിടക്കയിൽ വന്നിരുന്നു. മുമ്പത്തേക്കാളും ഇന്ന് താൻ തനിച്ചനെന്ന് അവൾക്ക് തോന്നി. കിടക്കറയിലെ ഏകാന്തത ഒരദൃശ്യ ശത്രുവിനെ പോലെ അവളെ നോക്കി തുറിച്ചു നോക്കുന്ന പോലെ തോന്നി. ഒരിക്കലും വിള്ളൽ വീഴാത്ത വിധം കരുതിയിരുന്ന മനസ്സിൻ്റെ കോട്ട ദുർബലമായതുപോലെ ഒരു തോന്നല്. രോഹിത്തിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആത്മവിശ്വാസം തീർന്നു പോയിരിക്കുന്നു. അവൻ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അവൻ്റെ ഓരോ വാക്കുകളിലും എന്തൊക്കെയോ ഒളിഞ്ഞു കിടക്കുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു.
കൊല്ലപ്പള്ളിയിലെ ശിവേട്ടനും അമ്മയ്ക്കും മാത്രമേ അറിയാവുന്ന ആഗ്രയിൽ വെച്ച് ഏതോ ഒരാളുമായി മകൾക്ക് പ്രേമബന്ധമുണ്ടായിരുന്നു എന്ന് മാത്രമേ അമ്മയ്ക്ക് അറിയൂ. പക്ഷേ അച്ഛനെല്ലാം അറിയാം. അച്ഛനിപ്പോൾ ജീവിച്ചിരിപ്പില്ല. രാവുണ്ണിയമ്മാവനും കുടുംബത്തിനും അതിൽ രാവുണ്ണിയമ്മാവനും രാധമ്മായിക്കും മരിച്ചുപോയി. ശിവേട്ടിൽ നിന്നോ ഗംഗേട്ടനിൽ നിന്നോ മാലതി ചേച്ചിയിൽ നിന്നോ വിവരങ്ങൾ ചേരാൻ ഒരു സാധ്യതയുമില്ല. എല്ലാം സംഭവിച്ചിട്ട് 24 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. സ്റ്റാലിൻ ജോസഫിൻ്റെ വീട്ടിലുള്ളവർ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നില്ലേ? ആ വഴിക്ക് താൻ ചിന്തിച്ചതേയില്ല. പുനലൂരിലാണ് സ്റ്റാലിൻ്റെ വീടെന്നറിയാം. അവിടെ നിന്നുള്ള ആരൊക്കെയോ യാദൃശികമായി ബാലേട്ടനെ കാണുകയോ പരിചയപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? ജ്വല്ലറി ടെക്സ്റ്റൈൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബാലേട്ടനും നിത്യം ധാരാളം പേരെ കാണുകയും പരിചയപ്പെടുകയും ചെയ്യേണ്ടി വരാറുണ്ട്. സ്റ്റാലിൻ്റെ തറവാട്ടിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ അങ്ങനെ പരിചയപ്പെടാൻ ഇടയായിട്ടുണ്ടോ ബാലേട്ടനെ? താനും സ്റ്റാലിനുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തെപ്പറ്റി ആ വഴിയിലൂടെ എങ്കിലും സൂചന കിട്ടിക്കാണുമോ? അതേപ്പറ്റി ചിന്തിക്കും തോറും വൈജയന്തിയുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. സ്റ്റാലിൻ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. 24 വർഷങ്ങൾക്ക് മുമ്പ് അറ്റുപോയ ബന്ധമാണത്. ഇനി ജീവിതത്തിൽ ഒരിക്കലും കാണാൻ ഇടവരല്ലേ എന്നായിരുന്നു പ്രാർത്ഥന. അത്രത്തോളം വെറുത്തുപോയ മുഖമാണത്. ഓർമ്മയിലേക്ക് ഒരിക്കലും കടന്നു വരാത്ത വിധം വെറുപ്പിൻ്റെ മഷിക്കറുപ്പ് കോരിയൊഴിച്ച് ആ മുഖം നശിപ്പിച്ചു കളഞ്ഞിരുന്നു. എന്തെന്നാൽ തന്നെ സംബന്ധിച്ചിടത്തോളം വഞ്ചനയുടെ ക്രൂരതയുടെയും ചതിയുടെയും മുഖമാണത്. സ്റ്റാലിൻ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് ആഗ്രയിൽ സഞ്ജയ് പ്ലോസിൽ വാടക വീട്ടിൽ കാത്തുകിടന്ന നാളുകൾ വൈജയന്തി ഓർത്തു. 10 ദിവസമെന്ന് പറഞ്ഞിട്ട് പോയ ആളാണ്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ വൈജയന്തി മറ്റൊരാളായിരുന്നുവെന്ന് തോന്നുകയാണ്. സ്നേഹത്താൽ വികാരമേറിയവൾ, സ്നേഹിക്കുന്നയാളിനെ കണ്ണുമടച്ച് വിശ്വസിച്ചവൾ, സ്റ്റാലിനുമൊത്തുള്ള ഭാവി ജീവിതം സങ്കല്പിച്ച് അതിലേക്ക് കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ തുന്നിച്ചേർത്തുകൊണ്ട് വെളിച്ചം വരുന്നു. ജനാൽക്കരികിലേക്ക് അവളുടെ ആഗമനം കാത്തിരുന്ന നിസ്സഹായതയോടെ ഒരു പെൺകുട്ടി. പക്ഷേ 11.5 ദിവസം വാടക വീട്ടിൽ വാതിലിൽ മുട്ടി വിളിച്ചപ്പോൾ സ്റ്റാലിൻ ആയിരുന്നില്ല. ഇന്നും അതേപ്പറ്റി ഓർക്കുമ്പോൾ ഉള്ളു നടുങ്ങുന്നുണ്ട്. ഗംഗേട്ടനും ശിവേട്ടനും തൻ്റെ തുറിച്ചു നോക്കി നിൽക്കുന്നത് തൻ്റെ വീർത്തുന്തിയ വയർ അവരുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടിയായിരുന്നു. സ്റ്റാലിൻ വരാതെ എന്നെ കൊന്നാലും ഞാൻ വരില്ലെന്ന് അവൾ ആണയിട്ട് പറഞ്ഞു. പക്ഷേ തന്നെ തിരിച്ചു കൊണ്ടുപോകുമെന്നും അവിടെ വെച്ചിട്ട് നിങ്ങളുടെ വിവാഹം നടത്തിത്തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗേട്ടൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ സ്റ്റാലിൻ എവിടെ? ഒരടയാളവുമില്ല. ഫോൺ കോളില്ല. 3 ദിവസം കൂടി കാത്തു. ഗംഗേട്ടനും ശിവേട്ടനും ഹോട്ടൽ റൂമിലാണ് താമസിച്ചത്. പൂർണ്ണ ഗർഭിണിയായി ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് ഇവിടെ കഴിയേണ്ട, നാട്ടിലേക്ക് തിരിച്ചു പോകാം എന്ന് ഗംഗേട്ടനാണ് നിർദ്ദേശിച്ചത്. നേരെ പുനലൂരിലേക്ക് പോകാമെന്നും സ്റ്റാലിനെ കാണാമെന്നും താൻ വാശി പിടിച്ചു. അങ്ങനെ ചെയ്യാമെന്നും ഗംഗേട്ടൻ ശിവേട്ടനും സമ്മതിക്കുകയും ചെയ്തു. സ്റ്റാലിൻ തിരിച്ചെത്തിയാൽ ഉടനെ പുനലൂരിലേക്ക് വരാം വാടക വീടിൻ്റെ ഉടമസ്ഥയെ പറഞ്ഞേൽപ്പിച്ച ശേഷം ഗംഗേട്ടനും ശിവേട്ടനുമൊത്ത് താൻ നാട്ടിലേക്ക് മടങ്ങി. പുറത്ത് ശാസ്ത്രമംഗലത്തിന് ഇടപ്പനിക്കുമിടയിലെ താമസിക്കുന്ന രാവുണ്ണിയമ്മാവൻ്റെ വീട്ടിലേക്കായിരുന്നു ഗംഗേട്ടനും ശിവേട്ടനും തന്നെ എത്തിച്ചത്. രാവുണ്ണിയമ്മാവൻ അന്ന് തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയാണ്. പൂർണ്ണ ഗർഭിണിയായിരുന്ന ഈ അവസ്ഥയിൽ കൊല്ലപ്പള്ളിയിലേക്ക് ചെന്നാൽ നാട്ടുകാരുടെ മുഖത്ത് വിരൽ വെക്കുമെന്ന് സ്റ്റാലിനുമായുള്ള വിവാഹം നടത്തിയ ശേഷം മാത്രമേ കൊല്ലപ്പള്ളിയിലേക്ക് പോയാൽ മതിയെന്നും ശിവേട്ടനും ഗംഗേട്ടനും കൂടി പറഞ്ഞപ്പോൾ അതിലൊരു അസ്വാഭാവികതയൊന്നും തോന്നിയില്ല. അത് ന്യായമാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു. രാവുണ്ണിയമ്മാവൻ വീട്ടിലെത്തിയ 2 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛനും വന്നു ചേർന്നു. അച്ഛൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് ക്ഷമയാചിച്ച് ഓർത്തപ്പോൾ ഇപ്പോഴും കൂടി വൈജയന്തിയുടെ കണ്ണുകൾ നനവൂറി. സ്റ്റാലിനോടൊപ്പം ജീവിക്കാൻ വേണ്ടി താൻ ആരുടെയെല്ലാം അപമാനിച്ചു, ആരുടെയെല്ലാം മുഖത്താണ് കരിവേരി തേച്ചത്, ആരൊക്കെയാണ് ഉപേക്ഷിക്കാൻ തയ്യാറായത്. എന്തൊരു കൂടിയ അനീതിയാണ് താൻ തൻ്റെ കുടുംബത്തോട് ചെയ്തത്. എന്നിട്ടും അച്ഛൻ തന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തത്. സ്റ്റാലിനുമൊത്തുള്ള ജീവിതം മാത്രം മതിയെന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ അച്ഛൻ അതും അംഗീകരിച്ചു. സ്റ്റാലിൻ്റെ വീട്ടുകാരുമായി സംസാരിക്കാൻ ശിവേട്ടനും ഗംഗേട്ടനുമൊപ്പം അച്ഛൻ രാവുണ്ണിയമ്മനും പോയി. താനും കൂടെ ചെല്ലാമെന്ന് പറഞ്ഞുവെങ്കിലും ഗർഭിണിയായ മകളെയും കൊണ്ട് വിലപേശാൻ എത്തിയതെന്ന് സ്റ്റാലിൻ്റെ വീട്ടുകാർ പറയാനിടയാകരുതെന്ന് പറഞ്ഞ് അച്ഛൻ തന്നെ വിലക്കി. പുനലൂരിലേക്ക് സ്റ്റാലിനെ കാണാൻ പോയപ്പോൾ തിരിച്ചെത്തിയതും നല്ല വാർത്ത കൊണ്ടായിരുന്നില്ല. സ്റ്റാലിനും താനും തമ്മിലുള്ള വിവാഹത്തിന് സ്റ്റാലിൻ്റെ വീട്ടുകാർ കടുത്ത എതിർപ്പാണ്. അച്ഛനെയും ശിവേട്ടനെയും ഗംഗേട്ടനെയും രാവുണ്ണിയമ്മാവനെയും അവർ അപമാനിച്ചാണ് തിരിച്ചയച്ചത്. അവർ സ്റ്റാലിനു വേണ്ടി മറ്റൊരു വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ഇത്രയും കേട്ടപ്പോൾ സ്റ്റാലിനെ കാണാമെന്ന് താൻ വാശി പിടിച്ചു. താൻ അതുവരെ സ്റ്റാലിന് കേൾക്കൂ. വീട്ടുകാർക്ക് സ്റ്റാലിനും ഒരു തടസ്സമേയില്ല. അവരുടെ സമ്മതമില്ലെങ്കിൽ സ്റ്റാലിൻ തൻ്റെ കൂടെ നിൽക്കൂ. ഞാൻ എത്രയോ അടുത്തറിഞ്ഞിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ഹൃദയമാണ് ആ സ്നേഹമാണത്. സ്റ്റാലിന് 4-5 ദിവസത്തിനുള്ളിൽ തന്നെ കാണാൻ എത്തുമെന്നും അതിനകം വീട്ടുകാരുടെ മനസ്സ് മാറ്റാമെന്നും ഒരു ശ്രമം നടത്താമെന്നുമൊക്കെ പറഞ്ഞയച്ചിരുന്നു. ഗംഗേട്ടൻ പറഞ്ഞപ്പോൾ ആശ്വാസമായി. ഒരാഴ്ചയോളം സ്റ്റാലിന് കാത്തിരുന്നു. സ്റ്റാലിൻ വന്നില്ല. ഇതിനിൽ ഗംഗേട്ടൻ ഡൽഹിയിലേക്ക് തിരിച്ചുപോയി. രാവുണ്ണിയമ്മാവനും അച്ഛനും കൂടി വീണ്ടും പുനലൂരിലേക്ക് പോയി.
ഞെട്ടിക്കുന്ന വിവരമായിട്ടാണ് അവർ മടങ്ങി വന്നത്. ഇടവപ്പള്ളിയിൽ വെച്ച് സ്റ്റാലിനും മറ്റൊരു പെൺകുട്ടിയുമായി തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ താനത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. സ്റ്റാലിനെ നേരിട്ട് കാണണം, സംസാരിക്കണം. അന്ന് അനുഭവിച്ച ഹൃദയവേദന, കൊടും ഭീതികൾ, നൈരാശ്യം. ഡേറ്റ് അനുസരിച്ച് പ്രസവത്തിന് 9 ദിവസം കൂടി ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ അന്നു രാത്രി തന്നെ പെയിൻ തുടങ്ങി. അച്ഛനും ശിവേടനും രാവുണ്ണി അമ്മാവനും കൂടി തൻ്റെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഓർമ്മയുണ്ട്. പിന്നെയുള്ളതെല്ലാം മായ കാഴ്ചകളായിരുന്നു. കാറിൽ കിടന്ന് താൻ നിലവിളിക്കുന്നു. ഒരു സ്ട്രെസ്സിൽ കിടത്തി ഡെഡ് ബോഡിയെ പോലെ ആരോ തന്നെ ഇരുണ്ട കോറിഡോറിൽ തള്ളി നീക്കുന്നു. ഇരുട്ടും വെളിച്ചവും മാറി മാറി വരുന്നു. അബോധാവസ്ഥയിൽ എത്ര ദിവസം കിടന്നുവെന്ന് പോലും അറിയില്ല. ഉണരുമ്പോൾ ആശുപത്രി ചുമരുകളായിരുന്നു ചുറ്റിലും. തനിക്ക് എന്ത് സംഭവിച്ചു? എത്ര ദിവസമായി ഹോസ്പിറ്റലിൽ എത്തിയിട്ട്? അച്ഛനും ശിവേടനും എവിടെ? ഒന്നും അറിയില്ല. വയറ് ചുരുങ്ങിയിരിക്കുന്നു. പ്രസവം കഴിഞ്ഞുവോ? തൻ്റെ കുഞ്ഞെവിടെ? ഒരു നേഴ്സ് ബെഡിനടുത്ത് വന്നപ്പോൾ താൻ ചോദിച്ചു. ഓർക്കുന്നു, എൻ്റെ പ്രസവം കഴിഞ്ഞു. നേഴ്സ് സാതാപത്തോടെ ഒന്ന് നോക്കി. ആ സ്ത്രീയുടെ വാക്കുകൾ ദുർവിധിയുടെ പുസ്തകത്തിൻ്റെ ദുരാശയങ്ങളുമായി മാറി. രണ്ടിലൊരാളെങ്കിലും ജീവൻ രക്ഷിക്കുകയല്ലാതെ നിവൃത്തിയില്ലെന്ന ഘട്ടം വന്നപ്പോൾ ഓപ്പറേഷൻ നടത്തുകയായിരുന്നു. രണ്ടിലൊരാളുടെ ജീവൻ. വിദൂര ചക്രങ്ങളിൽ ഇടിമിന്നൽ പോലെ വൈജയന്തിക്ക് തോന്നി. അങ്ങനെയാവുമ്പോൾ താൻ ജീവിച്ചിരിക്കുന്നു. അതിനർത്ഥം തൻ്റെ കുഞ്ഞ് ജീവനോടെയില്ല എന്നല്ലേ? ഡോക്ടറാണ് അത് സ്ഥിരീകരിച്ചത്. ഞങ്ങൾ കഴിക്കുമ്പോഴൊക്കെ പരിശ്രമിച്ചു. ഒടുവിൽ പേഷ്യൻറ്റിൻ്റെ ജീവനെങ്കിലും രക്ഷിക്കുക മാത്രം സാധ്യമായിരുന്നുള്ളൂ. അതോടെ തീർച്ചയായി തൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പില്ല. ഒയിന വയറിന്മേൽ കൈവച്ചുകൊണ്ട് മരവിച്ച പോലെ കുറേ നേരം കിടന്നു വൈജ. താൻ മാത്രം എന്തിനാ ജീവിച്ചിരിക്കുന്നേ? പിന്നീടെപ്പോഴോ ശിവേട്ടൻ്റെ ബെഡിനരികിൽ വന്നിരുന്നു. ആശ്വസിപ്പിച്ചത് ഓർമ്മയുണ്ട്. ഇതായിരുന്നു വിധി. അങ്ങനെ സമാധാനിപ്പിക്കുകയല്ലാതെ എന്തു ചെയ്യും? ഞങ്ങളെല്ലാം നിന്റെ ജീവനായിരുന്നു വലുത്. അത് തിരിച്ചു കിട്ടിയല്ലോ. എവിടെ എൻ്റെ കുഞ്ഞും? സ്റ്റാലിൻ ചോദിക്കുമ്പോൾ താൻ എന്തുത്തരം പറയും? ഒരു കുരുന്നു ജീവന് ഉദരത്തിൽ വഹിച്ച് നിറവയറോടെ വന്ന താൻ വെറും കൈയോടെ മടങ്ങേണ്ടി വരുമല്ലോ. സേനാലി എന്ന മറാത്തി പെണ്ണ് പ്രവചിച്ചതുപോലെ സ്റ്റാലിൻ്റെ മനസ്സ് കൊതിച്ചതുപോലെ അതൊരു പെൺകുഞ്ഞ് തന്നെ ആയിരുന്നോ? നേഴ്സിനോടാണ് ചോദിച്ചത്. അനുകമ്പയോടെ തൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ സമ്മതിച്ചു തലയാട്ടി. അതൊരു പെൺകുഞ്ഞ് തന്നെയായിരുന്നു. അപ്പോഴാണ് അണമുറിയിട്ട പോലെ കരച്ചിൽ പൊട്ടിയത്. സ്റ്റാലിൻ ഒന്ന് കാണണം, സങ്കടം പറഞ്ഞ് ആ നെഞ്ചിൽ വീണ്ടും കരയണം. ഇനി അതേ ഉള്ളൂ ഒരാശ്വാസം. തൻ്റെ അപേക്ഷയെ മാനിച്ച് അച്ഛനും രാവണിമാവനും ചേർന്ന് ഒരിക്കൽ കൂടി പുന്നൂരിലേക്ക് പോയി. തിരിച്ചു വന്നതും ഹൃദയം തകർക്കുന്ന വാർത്തയുമായിട്ടാണ്. സ്റ്റാലിൻ്റെ വിവാഹമാണ്. ക്ഷണക്കത്തിലുള്ള അടക്കം ചെയ്ത സ്വർണ്ണപ്പീലികളുള്ള ആലോകനം കണ്ട് വെഡ്ഡിംഗ് കാർഡ് കൂടി കാണിച്ചുകൊണ്ട് രാവണിയാമ്മ പറഞ്ഞു. സ്റ്റാലിൻ്റെ വീട്ടുകാരുമായി സംസാരിക്കാൻ ചെന്നപ്പോൾ അവർ ഒന്നും മിണ്ടാതെ ക്ഷണക്കത്ത് എടുത്തു തന്നു. കല്യാണത്തിന് ഇനി 4 ദിവസം മാത്രമേ. സ്റ്റാലിനെ കണ്ട് ഒരു വാക്ക് സംസാരിക്കണമെന്ന് ഞങ്ങൾ നിർബന്ധം പിടിച്ചപ്പോൾ അകത്തുനിന്ന് അയാൾ ഇറങ്ങി വന്നു. ഒരു പെണ്ണിനെ മോഹിപ്പിച്ച് വിശ്വസിപ്പിച്ച് കൂടെ താമസിപ്പിച്ച് അവളെ ഗർഭിണിയാക്കിയിട്ട് ഇക്കണക്കിന് നീ ചരിത്രമല്ലടാ എന്ന് ഞങ്ങൾ മുഖത്ത് നോക്കി ചോദിച്ചു. അവൻ്റെ മറുപടി എന്തായിരുന്നു എന്ന് നിനക്ക് കേൾക്കണോ? സോറി, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല. പക്ഷേ സംഭവിച്ചു പോയി. എനിക്ക് ദുഃഖമുണ്ട് എന്ന് നിന്റെ അപ്പൻ അവനോട് പറഞ്ഞിട്ടാണോ പോന്നത്? ഇങ്ങനെ ഒരു ചതി എൻ്റെ മോളോട് വേണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഫലം അനുഭവിക്കുക എന്ന് തന്നെ. ഞങ്ങൾ അവിടെ നിന്നില്ല. അകലത്തിൽ പെയ്ത പേമാരിൽ അന്യവിറച്ച് കൊടുങ്കാറ്റിലേക്ക് ഉലഞ്ഞ മിന്നൽ പിണർ പോലെ വൈജയന്തി കിടന്ന് ഉരുകി. പിന്നീടെല്ലാം വൈജയന്തി ഒരു മരവപ്പാവ പോലെയായിരുന്നു. ഒരു വർഷം ആഗ്രയിലേക്ക് അവളെ കൊണ്ടുപോയി. ഒരു ജീവജാലം പോലെയായിരുന്നു വൈജയന്തി. ഒരു മാനസിക രോഗിയെപ്പോലെ. ആരോടും മിണ്ടാട്ടമില്ല. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു. അത് തന്നെ വല്ലാതെ തകർന്നു പോയിരുന്നു. ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവളെ ഒരുപാട് ശ്രമിച്ചു ഗംഗാട്ടനും മാലതിയും. ഒടുവിൽ അച്ഛൻ്റെയും അമ്മയുടെ കണ്ണീരോടുകൂടെ അവൾ വീണ്ടും ബാലചന്ദ്രമായുള്ള വിവാഹത്തിന് അവർ സമ്മതം ചോദിക്കായിരുന്നു. എന്നാൽ അതിനെല്ലാം തനിക്ക് സമ്മതമില്ലെന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും അവരുടെ കാല് പിടിച്ചുള്ള അപേക്ഷ മൂലമാണ് ബാലചന്ദ്രമായുള്ള വിവാഹത്തിന് സമ്മതിച്ചത്. ഒരാളും ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വേണ്ടെന്ന് ഉറപ്പിച്ച അവളുടെ ജീവിതത്തിലേക്ക് ബാലചന്ദ്രൻ കയറി വന്നു. അവളെ കയറ്റി താലി കെട്ടി മണവാളനായി വേഷം കെട്ടി. ആദ്യ രാത്രി അയാൾ റൂമിലേക്ക് വരുമ്പോൾ പുച്ഛവും ദേഷ്യവുമാണ് ബാലചന്ദ്രനോട് അന്നേരം തോന്നിയത്. വൈജയന്തി എല്ലാം ഓർത്തെടുക്കുകയായിരുന്നു.